നല്ല മഴയത്ത് നമ്മളൊരു ട്രെയിൻ സ്പോട്ടിംഗ് നടത്താൻ പോവാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തൃശ്ശൂരിനടുത്തുള്ള നെല്ലായി റെയിൽവേ സ്റ്റേഷനിലാണ്. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. എനിക്ക് വന്നപ്പോഴേ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിവിടെ വന്നത് നമ്മുടെ എറണാകുളം ഗുരുവായൂർ പാസഞ്ചറിനാണ്. അപ്പോൾ ആ വണ്ടിക്ക് വരാൻ നേരത്ത് കുറച്ച് ട്രെയിൻസൊക്കെ നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു. നിങ്ങൾ വേഗം കണ്ടുവാ. നമ്മൾ നെല്ലായിക്ക് പോകുന്നത് ദാണ്ട് ഈ വരുന്ന എറണാകുളം ഗുരുവായൂർ പാസഞ്ചറിനാണ്. ഈ റോഡിൻ്റെ ഒരു P4 ആണ് ലോക്കോ. ഇവിടുന്ന് കയറി ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ നെല്ലായിക്ക്. അപ്പോൾ നമ്മുടെ വണ്ടി കാലിയാണ്, ഒറ്റ മനുഷ്യനില്ല. ഒരു എടപ്പള്ളി, കളമശ്ശേരി, ആലുവയൊക്കെ ആകുമ്പോൾ ആൾക്കാരൊക്കെ കയറി ഫുള്ളാവും. എറണാകുളത്ത് നിന്ന് നെല്ലായി വരെ പോകാൻ വേണ്ടി 15 രൂപ മാത്രം കേട്ടോ. 15 രൂപ എന്തല്ലേ. എറണാകുളത്ത് നിന്ന് നെല്ലായി വരെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ട്രെയിൻസൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മുടെ ടീ ഗാർഡൻ എക്സ്പ്രസ് ആണ്, കാരക്കൽ എറണാകുളം വരെ പോകുന്നത്. കുറേ ദിവസമായിട്ട് ഇപ്പോൾ നല്ല മഴയാണ്. നമ്മൾ ഇറങ്ങിയപ്പോഴും രാവിലെ നല്ല മഴയായിരുന്നു, ഇപ്പോഴും ചാറുന്നുണ്ട്. ദിവസം ഫുള്ളിങ്ങനെ മഴ നിൽക്കുവാണെങ്കിൽ കൊള്ളാം. മഴയത്തെ ട്രെയിൻ സ്പോട്ടിങ് ഒരു വേറെ ലെവലാണ്. നമ്മൾ കളമശ്ശേരി എത്തി. ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രം മെയിലിൽ ഇപ്പോൾ വരും, കാണിച്ചു തരാം. നമ്മളിപ്പോൾ ചാലക്കുടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും എന്താണ്ട് ചെന്നൈ, ആലപ്പുഴ അവിടെ നിന്ന് കണ്ട് വിടാൻ പോവാണേ. ഈ നെല്ലായി സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ എറണാകുളം, തൃശ്ശൂർ, ഷൊർണൂർ സ്ട്രെച്ചിൽ ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്റ്റേഷനാണ് നെല്ലായി എന്ന് പറയുന്നത്. ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ്. ഇവിടെ പാസഞ്ചർ ട്രെയിൻസ് മാത്രമേ നിർത്തത്തുള്ളൂ, വേറെ വണ്ടിയൊന്നും നിർത്തത്തൊന്നുമില്ല. ഇവിടെ ഈ ഭാഗമാണ് എറണാകുളത്ത് നിന്ന് വരുന്ന ലൈന്. എറണാകുളത്ത് നിന്ന് വരുന്ന ട്രെയിനുകളുടെ ആ ഒരു ഫ്രെയിം കണ്ടോ, നോക്കി വളവ് തിരിഞ്ഞ് വരുന്നൊരു കിടിലൻ ഫ്രെയിം. അതാണ് ഈ ഒരു സ്റ്റേഷനൊരു പ്രത്യേകത. പക്ഷേ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ഒരു സ്ട്രെയിറ്റ് ഒരു സ്ട്രെച്ചാണ്, അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ നല്ല മഴയുണ്ട്. മഴയെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ലൊരു ചാറ്റൽ മഴയാണ്. അപ്പം ട്രെയിൻസൊക്കെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി കിടിലൻ ക്ലൈമറ്റാണ് കേട്ടോ.
നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്കൊരു BTPN ഗുഡ്സ് ട്രെയിൻ എറണാകുളം ഭാഗത്തേക്ക് പോകുന്നതാണ് ഇപ്പോൾ കണ്ടത്. അതിൻ്റെ ലോക്കോ കാസിപ്പേട്ട് ഷെഡിൻ്റെ 2 G9 ലോക്കോസ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു ഗുഡ്സാണ് ആദ്യം കിട്ടിയത് ഇവിടെ വന്നിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് വരും. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ ഭാഗത്ത് നമ്മുടെ കണ്ണൂർ ട്രിവാൻഡ്രം JS. അറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള റെയിൽ റൂട്ടാണ് എറണാകുളം തൃശ്ശൂർ ഷൊർണൂർ സ്ട്രെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ കിട്ടും. എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രെയിൻസ് ഈ റൂട്ടിലുള്ളത്. പക്ഷേ ഞാൻ വന്നിരിക്കുന്ന ഒരു സാറ്റർഡേ ആണ്, എനിക്ക് ഫ്രൈഡേ ഇറങ്ങാൻ പറ്റിയില്ല. എന്തായാലും വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്, അതൊന്നും സീനില്ല. നല്ല കിടില ഫ്രെയിമല്ല, അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ വളഞ്ഞ് വരുന്ന നല്ല രസമുണ്ട് കേട്ടോ. ഈറോഡിൻ്റെ ഒരു WP4 ആയിരുന്നു കോട്ടയം നിലമ്പൂരിൻ്റെ ലോക്കോ. ഇതിൻ്റെ പുറകിൽ നമ്മുടെ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ഉണ്ട്, പിന്നെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ഉണ്ട്, പിന്നെ അവിടെ നിന്നുള്ള വണ്ടി കണ്ണൂർ JS. ടാറ്റാനഗറിൻ്റെ ഒരു പീസോനുമായിട്ട് പോയത് നമ്മുടെ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ആണ്. അതാണിപ്പോൾ ഇങ്ങോട്ട് പോയത്. അത് കോട്ടയം നിലമ്പൂരിൻ്റെ ബാക്കിലാണ് എപ്പോഴും ആ വണ്ടി പോകുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഇനി ആലപ്പുഴ ധൻബാദ് വരും, പിന്നെ അതിൻ്റെ ബാക്കിൽ ഏറനാട് വരും. ഇതൊരു ഹോൾട്ട് സ്റ്റേഷൻ അല്ല, അപ്പോൾ ഇവിടെ അങ്ങനെ സ്റ്റേഷൻ മാസ്റ്ററോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരു ചേട്ടൻ വരും, അതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ വരും ട്രെയിൻ വരാൻ നേരത്തെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ഡിസേബിൾഡ് ടോയ്ലറ്റും അല്ലാത്ത ടോയ്ലറ്റൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ആർക്കറിയാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിൽ വന്ന് കാണാം, അപ്പോഴേക്കും രണ്ട് മൂടി കെട്ടി മഴക്കാർ കിടന്നുകൊണ്ടോ മിക്കവാറും ഇപ്പോൾ പെയ്യും. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ JSഉം ധൻബാദ് എക്സ്പ്രസ് ഇപ്പോൾ വരും. മിക്കവാറും രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും ക്രോസ് ആവുന്നത്. ഞാൻ പറഞ്ഞില്ലേ രണ്ടും കൂടെ ഒരുമിച്ച് ഇവിടെ ക്രോസിങ് നടത്തുന്നു, അതേപോലെ സംഭവിച്ച്. കണ്ണൂർ JSൽ AC ചേർക്കാറിൽ ഒരെണ്ണം AC എക്കണോമി ആട്ടെ, കുറച്ചാളായി ഇപ്പോൾ അത്. എനിക്ക് തോന്നുന്നു AC ചേർക്കാർ വല്ലതും മറ്റേ ഓവർ ഹോളിങ്ങിന് വല്ലതും കൊണ്ടുപോയി കാണും, അതുകൊണ്ടായിരിക്കും എക്കണോമി എടുത്ത് കൊടുത്തേക്കുന്നത്. ഏറനാടായിരുന്നല്ലോ ആദ്യം വരേണ്ടത്. ഞാൻ നോക്കിയപ്പോൾ ഏറനാടിനെ ഇപ്പോൾ 9 മണിയായ സമയം, ഏറനാടിന് 8:54 ആയപ്പോൾ ചാലക്കുടിയിൽ ഒതുക്കി. കാരണം എന്താ വെച്ചാൽ പുറകിൽ വന്ദേ ഭാരത് വരുന്നുണ്ട്. വന്ദേ ഭാരത് വെച്ച് ഡിവൈനഗർ കണ്ടാവുന്നേ ഉള്ളൂ. വന്ദേ ഭാരത് പോയിട്ടേ ഏറനാടിനെ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന വന്ദേ ഭാരത് ആയിരിക്കും. ഏറനാടിനെ ഓവർടേക്ക് അടിച്ചിട്ട് വന്ദേ ഭാരത് തണ്ട് വരുന്നുണ്ടേ.
ഏർനാട് എക്സ്പ്രസ് ഇപ്പോൾ വരും. അത് കഴിഞ്ഞിട്ട് തന്നെ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ നമ്മുടെ ഗോരഖ്പൂർ ട്രിവാൻഡ്രം നോർത്ത് രപ്തിസാഗർ, അത് നോൺ ടൈം ആണ് കേട്ടോ, അല്ലെങ്കിൽ എപ്പോഴും ലേറ്റ് ആയിട്ട് വരുന്നതാണ്. രപ്തിസാഗറും വരും. പരശുറാമിൽ മൊത്തം പരസ്യമാണ്, അതുകൊണ്ട് പരശുറാം എന്നാണ് ഞാൻ പറയുന്നത്. ഏറനാടിൽ എത്രയും പരസ്യമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഏറനാടിലും ഫുള്ള് പരസ്യമായി തുടങ്ങി. ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പുള്ളൊരു മെമു വരുന്നുണ്ട്, പാലക്കാട് എറണാകുളം മെമു. അതിനിവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിൻ്റെ സ്റ്റോപ്പുള്ളൂ 2:30. നമ്മൾ ആ വണ്ടിക്ക് കയറി നമ്മൾ കറുകുറ്റി പോകും. എന്നിട്ട് അവിടെയാണ് നമ്മുടെ ഉച്ച കഴിഞ്ഞുള്ള ട്രെയിൻ സ്പോട്ടിങ്. ഈ മെമു ആണ് രാവിലെ പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന മെമു കേട്ടോ. അതാണ് ആ സെയിം ബ്രേക്കാണ് പിന്നെ പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് പോകുന്നത്. നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന യാത്രയാണ് പൂർണ്ണ എക്സ്പ്രസ്സിന് ദൂദ്സാഗർ വഴി. നമ്മൾ പൂനെ പോകുന്നില്ല, നമ്മൾ ഇത്തവണ ബെൽഗാം വരെ പോകുന്നുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ബാംഗ്ലൂർ വഴി തിരിച്ചു വരും. അങ്ങനെയാണ് നമ്മുടെ അടുത്ത പ്ലാന്. അത് കഴിഞ്ഞിട്ടുള്ളൊരു വലിയ യാത്രയുണ്ട്. അത് നമ്മുടെ സ്വന്തം കേരള സമ്പർക്ക് ക്രാന്തിക്ക് N2 യാത്രയാണ്, കൊച്ചുവേളിയിൽ നിന്നും ചണ്ഡീഗഡ് വരെ. എന്നിട്ട് അവിടെ നിന്ന് വേറെ പ്ലാനുണ്ട്, അത് വഴി പറയാം. ഇനി എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന വണ്ടി നമ്മുടെ ട്രിവാൻഡ്രം മുംബൈ LTT എക്സ്പ്രസ് ആണ്, നമ്മുടെ പഴയ CSMT ആ വണ്ടിയാണ്. അതിന്ന് ഇന്നുണ്ട്, ഇന്ന് ശനിയാഴ്ചയല്ലേ. നമ്മൾ നേരത്തെ മറ്റേ ആലപ്പുഴ ധൻബാറും ജേസും കൂടെ കണ്ട ക്രോസിങ്ങില്ല, അതേപോലെ മിക്കവാറും ഇപ്പോൾ ഒരു ക്രോസിംഗ് കൂടെ കാണും. മുംബൈ LTT എക്സ്പ്രസ്സും പിന്നെ മറ്റേ രപ്തിസാഗറും കൂടി, രണ്ടും ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ആദ്യം വരുന്ന രപ്തിസാഗറാണ്. രപ്തിസാഗർ പോയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ മറ്റേ മുംബൈ LTTയും വരും. രപ്തിസാഗർ പോകുന്ന വലിയ സ്പീഡില്ലല്ലോ, മിക്കവാറും ആ മെമു തൊട്ട് മുന്നിൽ പോയതുകൊണ്ടായിരിക്കും, വലിയ സ്പീഡൊന്നുമില്ല. ദേശത്തിന് നല്ല സ്പീഡുണ്ടായിരുന്നു, രപ്തി പയ്യെ പോകുന്നത് കേട്ടോ. ഇത് ഇവിടെ കണ്ട് ചവിട്ടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഒന്നെങ്കിൽ ചവിട്ടുമായിരിക്കും, അല്ലെങ്കിൽ പയ്യെ സ്കിപ്പ് ചെയ്ത് പോവായിരിക്കും.
മുംബൈ LTT എക്സ്പ്രസിന്റെ ലോക്കോ വിശാഖപട്ടണത്തിന്റെ ഒരു P7 ആയിരുന്നു കേട്ടോ. വിശാഖപട്ടണത്തിന്റെ ലോക്കോ ശരിക്കും കേരളത്തിൽ വരുന്ന വളരെ റെയറാണ് കേട്ടോ. മറ്റേ രപ്തി സാറിന്റെ ലോക്കോ വിജയവാഡയുടെ WP7 ആയിരുന്നു. നമ്മളിവിടെ വന്നിട്ട് രണ്ടാമത്തെ ഗുഡ്സ് ട്രെയിനാണ് വരുന്നത്. നോക്കണേ, ബിലാസ്പൂരിൻ്റെ 2 G9 ലോക്കോ ആയിരുന്നു ആ BTPനെ കൊണ്ടുപോയത്. ഈ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന BTPനെല്ലാം ഓൾമോസ്റ്റ് എംറ്റി ആയിരിക്കും. കാരണം ഇരുമ്പനത്തേക്ക് പോകുന്നതായിരിക്കും ഈ BTPനൊക്കെ. അവിടെ നിന്ന് വരുന്നതല്ല, ലോഡും കയറ്റി വരുന്നതായിരിക്കും. ഇതൊക്കെ പല ഭാഗത്തുനിന്ന് വരുന്ന ഗുഡ്സാണ്. ഇതെല്ലാം ഇരുമ്പനം ഭാഗത്തേക്കാണ് പോകുന്നത്. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞു. ഇപ്പോൾ 2 വണ്ടി വരുന്നുണ്ട്. അവിടെ നിന്ന് ആലപ്പുഴ പോകുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ ഇൻറ്റർസിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം മിക്കവാറും ഇൻറ്റർസിറ്റി ആയിരിക്കും വരുന്നത്. ബംഗളൂരു ഇൻ്റർസിറ്റി വരാൻ നേരത്ത് അതിൻ്റെ ക്രൂ ലൈറ്റ് ഇട്ട് കാണിച്ചാണ്ടോ അക്നോളജ്മെൻറ്റ് എന്നാണ്. ചിലരങ്ങനെ കാണിക്കും കേട്ടോ. നല്ല പെർഫെക്റ്റ് ക്രോസിംഗ് ആയിരുന്നു ഇപ്പോൾ നടന്നത്. നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റിയും പിന്നെ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവും. ഈയിടെ LHB ആയ നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദി ഇതുകൊണ്ട് വരുന്നുണ്ട്. ഫുള്ള് നീല കോച്ചുകളായിട്ട് ഇപ്പോൾ വരുവേ. മൂന്ന് AC ചെയർ കാറിൽ നല്ല അടിപൊളി, നല്ല കാണാൻ കൊള്ളാവുന്നൊരു പരസ്യം ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് നീല കളറ് JS. ഇനി ഉള്ളത് നമ്മുടെ പാലരുവി എക്സ്പ്രസ് ഉണ്ട്. അത് 1 മണിക്കൂർ ലേറ്റ് ആണ്. അതിൻ്റെ പുറകിൽ വേണാടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ മംഗലാപുരം വന്ദേ ഭാരതും ഉണ്ട്. ഇപ്പോൾ പാലരുവി എക്സ്പ്രസ് വരുന്നുണ്ട്. പാലരുവിയുടെ തൊട്ട് പുറകിൽ സമ്പർക്രാന്തി ഉണ്ട്, കേരള സമ്പർക്രാന്തി. രണ്ടും വാലയാണ് വരുന്നത്. അപ്പോൾ ആദ്യം പാലരുവി തണ്ടിപ്പോൾ വരും.
ഇന്ന് കൂടുതലും കണ്ടത് ഈറോഡിൻ്റെ ലോക്കോസാണ്. ഒട്ടുമിക്ക എല്ലാ ലോക്കോസ് ഈറോഡിൻ്റെ ആയിരുന്നു. ഈറോഡ്, വിജയവാഡ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമേ, ഇപ്പോൾ നമ്മൾ സ്പോട്ടിങ്ങിനൊക്കെ സ്ഥിരം നടക്കുന്നതുകൊണ്ടേ അതായത് കുറച്ച് നാളത്തേക്ക് ഈറോഡിൻ്റെ ലോക്കോസൊക്കെ ആയിരിക്കും കൂടുതലും ഓടുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ P4 ആണെങ്കിൽ ആരക്കോണത്തിൻ്റെ ആയിരിക്കും, പിന്നെ RP റോയപുരത്തിൻ്റെ ആയിരിക്കും. അങ്ങനെ ഒരു സെറ്റ് പോലെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. നമ്മൾ ഒരു ടൈം പീരീഡ് നോക്കുമ്പോൾ റോയപുരത്തിൻ്റെ ആരക്കോണത്തിൻ്റെ ലോക്കോ ആയിരിക്കും കൂടുതലും. ഇപ്പോൾ നമ്മൾ ഇന്ന് വന്ന് നോക്കിയപ്പോൾ ഈറോഡിൻ്റെ ആയിരുന്നു കൂടുതലും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല, എനിക്ക് അങ്ങനെ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ സമ്പർക്ക ക്രാന്തിയും പിന്നെ വന്ദേ ഭാരതും ഇപ്പോൾ ഒരുമിച്ച് വരും, കാണിച്ചുതരാം. സമർക്കന്തിയുടെ കോച്ചൊക്കെ നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. AC ഒക്കെ സ്ലീപ്പറൊക്കെ വൻ ശോകമായിരുന്നു. ഇറ്റാർസി ഷെഡിൻ്റെ ഒരു WP7 ആയിരുന്നു അതിനെ കൊണ്ടുപോയത്. ഇപ്പോൾ നമ്മുടെ മംഗലാപുരം ട്രിവാൻഡ്രം VB ഇപ്പോൾ വരും. അടുത്തായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ വേനാട് എക്സ്പ്രസ് ആണ്. വേനാട് വരാൻ നേരത്തെ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങി. വേനാട് എക്സ്പ്രസ് വരുന്നുണ്ട് കേട്ടോ. വേനാട് ഒരു 40 മിനിറ്റ് അടുപ്പിച്ച് ലേറ്റ് ആണേ. വേനാട് ഫുള്ള് കാലിയായി, അറിയാമല്ലോ. എറണാകുളം കഴിഞ്ഞ പിന്നെ വേനാട് കാലിയാണ്. ഇനി ഇതിൻ്റെ തൊട്ട് പുറകിൽ മംഗള എക്സ്പ്രസ് ഉണ്ട്, നിസാമുദ്ദീൻ പോകുന്നത്. അത് മൻസുണ്ടതിൻ്റെ കൂടെ അല്ലേ ഇപ്പോൾ രാവിലെ 10:30ക്കാണ് എറണാകുളത്ത് നിന്ന് വിടുന്നത്. മംഗളയുണ്ട്. പിന്നെ ഇനി എറണാകുളം ഭാഗത്തേക്കുള്ള അടുത്ത ട്രെയിൻ ശബരിയാണേ. കല്യാൺ ഷെഡിന്റെ P7 ഇപ്പോൾ പോയത് മംഗള എക്സ്പ്രസ് ആണ്. ഇനി വരാനുള്ള നമ്മുടെ ശബരി എക്സ്പ്രസ് ആണ്. ശബരി ഇന്ന് വലിയ ഡിലേ ഇല്ല കേട്ടോ, തൃശ്ശൂരൊക്കെ ആവാറായിട്ടുണ്ട്. നെല്ലായി റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് നെല്ലായി റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടർ. ഇതാണ് എൻട്രൻസ്. എന്തായാലേ ഫുള്ള് നല്ല രസമാണ് കാണാൻ വേണ്ടി. ചുറ്റിലും ഇവിടെ രാവിലെ ഏതോ വണ്ടിക്ക് പോകാൻ വേണ്ടി ആൾക്കാരൊക്കെ ബൈക്ക് വെച്ചിട്ട് പോയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. ഇവിടെ ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടോ, പഴയ ടൈപ്പ്. നമുക്ക് ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. പിന്നെ ഇവിടെ നിർത്തുന്ന വണ്ടികളുടെ ഒരു ചെറിയൊരു ടൈം ടേബിൾ ഉണ്ട്. കണ്ട, ആകെ 8 വണ്ടിയാണ് ഒരു ദിവസം നിർത്തുന്നത്, നാളിന് അങ്ങോട്ടും നാളിന് ഇങ്ങോട്ടും. ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രം നോർത്ത് ഇൻഡോർ അഹല്യനഗരി സൂപ്പർഫാസ്റ്റ് വണ്ടി ഇവിടെ നിന്ന് വരും. പിന്നെ സെക്കന്ദരാബാദ് ട്രിവാൻഡ്രം സെൻട്രൽ ശബരി ഇതുണ്ട്, അവിടെ നിന്ന് വരും. ശബരി എക്സ്പ്രസിന്റെ ഏതാണ്ട് 1-2 റേക്കിൽ മറ്റേ ഷിൻജാന്റെ പരസ്യം ഒട്ടിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ റീലൊക്കെ? നമുക്ക് ഇപ്പം കിട്ടുന്ന ശബരി എക്സ്പ്രസിന്റെ റേക്ക് ഷിൻജാന്റെ പരസ്യം ഉള്ളതാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ 2 പോവും. ഇവിടുന്ന് സെക്കന്ദരാബാദ് പോകുന്നതും പോവും,
അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഷിൻചാനായിരിക്കും, നോക്കാം എന്തായാലും. അപ്പോൾ ഭാഗ്യം അത് ഷിൻചാനായിരുന്നു കേട്ടോ. അതിൽ AC കോച്ചിലും പിന്നെ 2 സ്ലീപ്പറിലും മാത്രമേ ഉള്ളൂ ഷിൻചാൻ്റെ പരസ്യമുള്ളൂ. അതെന്തായാലും കൊള്ളാം കേട്ടോ. ഇങ്ങനത്തെ പരസ്യമൊക്കെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ്, നൈസ് സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ ഷിൻചാൻ പരസ്യം ഒട്ടിച്ച ശബരി എക്സ്പ്രസ് നമ്മളങ്ങനെ സ്പോട്ട് ചെയ്തു. ഇൻഡോർ പോകുന്ന അഹല്യനഗരി സൂപ്പർ ഫാസ്റ്റ് തേണ്ട് അങ്ങനെ വരുന്നുണ്ടേ. സമയം ഇപ്പം 12:30 ആവാറായി ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ ഒരു ബിരിയാണി മേടിച്ചു. ഇവിടെ സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ ഉണ്ടായിരുന്നു, ഇരിഞ്ഞാലക്കുട ഡെലിവറി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഒരു ബിരിയാണി മേടിച്ചൊരു കടയിൽ നിന്ന് ഉച്ച കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ പോയത് ട്രിവാൻഡ്രത്ത് നിന്ന് സെക്കന്ദരാബാദ് വരെ പോകുന്ന ശബരി എക്സ്പ്രസ് ആണ്. അതിന് പരസ്യമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ ഈ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇവിടെ എൻ്റെ ആണ്. സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ 2:30 വരെ ഇവിടെ സ്പോട്ടിങ് ചെയ്യും. 2:30 മറ്റേ ഗുരുവായൂരിനോളം പാസഞ്ചറിന് കയറി നമ്മൾ കറുകുറ്റി പോകും. എന്നിട്ട് അവിടെ നമ്മൾ വൈകിട്ട് ഒരു 6-6:30 വരെ നമ്മുടെ നിലമ്പൂർ കോട്ടയം വരുന്നവരെ അവിടെ സ്പോട്ടിങ് ചെയ്യും. ഡൈനി കയറി തിരിച്ച് എറണാകുളം പോകും. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഈ ഒരു ട്രെയിൻ സ്പോട്ടിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.